നമ്മുടെ ഇപ്പം ഈ ബോഗൺവില്ലയുടെ ഒരു വൻ ശേഖരം നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കാണ്. ഇത് നോക്കിയേ, പല പല വെറൈറ്റികൾ, ഒരു 100-125 വെറൈറ്റി ഓൾറെഡി നമ്മുടെ സ്റ്റോക്കാണ്. അതും നമ്മുടെ ഈ ബൾക്കായിട്ട് സാധനം കിടക്കുന്നത്, ഒരു പ്ലാന്റോ 2 പ്ലാന്റോ അല്ല, അതായത് ലക്ഷക്കണക്കിന് പ്ലാന്റ് നമ്മുടെ കിടക്കാണ്. മിനിമം ഒരു 2-3 ലക്ഷം പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റോക്കാണ്. 15 ഏക്കർ സ്ഥലത്ത് ഫുള്ള് നമുക്ക് ബോഗൺവില്ലയുടെ പ്ലാന്റ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്ലവർ ഷോയും കാണാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ടുപോകാം. അതുപോലെയാണ് ബോഗൺവില്ലകൾ വെറൈറ്റികൾ കിടക്കുന്നത്. ഏറ്റവും അതായത് 100 രൂപ തൊട്ട് മുകളിലോട്ടുള്ള ബോഗൺവില്ല എല്ലാം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 100 രൂപ തൊട്ട് ഒരു 3000 രൂപ വരെയുള്ള ബോഗൺവില്ലകൾ ഇപ്പം നിലവിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, എല്ലാ വെറൈറ്റികളും. അതായത് ഇത് ഹവായി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. SP സിംഗ്. പിന്നെ ചിലർ പറയും പൂനാവൈറ്റ് എന്നും പറയും. അപ്പൊ അതാണ് ഇതൊക്കെ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മുള്ളുണ്ടാകത്തില്ല ഈ ബോഗൺവില്ലയ്ക്ക്. അത് ഫ്ലവർ നല്ല വലിപ്പമുള്ള, വെള്ള കളർ നല്ല വലിപ്പമുള്ള ഫ്ലവറായത്. ഇത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ്. ഫയർ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതാണ് ഫയർ ആപ്പിൾ. ഇതുണ്ടോ? ഇത് ഇത്ര ഡിമാൻഡുള്ളായിരുന്നു അല്ലേ? അത് നല്ല ഡിമാൻഡുള്ള സാധനം. ഇതൊക്കെ മിനിമം ഒരു 25,000 ചെടി നമ്മുടെ ഓൾറെഡി സ്റ്റോക്കാണ്. ഇതിപ്പോ ഇത് 12 ഇഞ്ച് ചട്ടിയാണ്. ഇതിന്റെ 8 ഇഞ്ച് ചട്ടിയുണ്ട്, 7 ഇഞ്ച് ചട്ടിയുണ്ട്, അങ്ങനെ പല ഐറ്റം ചട്ടികളുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഞാനേ ഒരു വെറൈറ്റി കാണിച്ചു തരാം. ഇതുണ്ടോ? ഇത് തിമ്മ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഇലയ്ക്ക് ഡബിൾ കളറാണ്. ഇതുണ്ടോ? അതുപോലെ പൂവും ഡബിൾ കളർ, ഈ പിങ്കും വൈറ്റും കൊണ്ടുണ്ടാകുന്ന സൈസ് പൂവാണ് ഇതിന്റെ തിമ്മ. ഇതൊക്കെ ഒരു 1000കണക്കിന് സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ ഇതുണ്ടോ? ചെറി ഐസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വയലറ്റ് പൂവും അതുപോലെ ഈ ഇല എപ്പോഴും ഇതുണ്ടോ വെരിഗേറ്റഡാണ് ഈ ഇല. ഇത് വേറെയാണോ? ഇത് വേറെ. ഇത് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാ. അതുമായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ ഇത് വ്യത്യാസമുണ്ട്. ഇത് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഡാർക്ക് വെറൈറ്റിയാ, നല്ല നിറച്ചും പൂ എപ്പോഴും കാണും. ഇത് പിങ്ക് ബ്യൂട്ടി. ഇതെല്ലാം നമ്മുടെ കണ്ടമാന സ്റ്റോക്ക്. ഇതുണ്ടോ? ഈ ലൈൻ മൊത്തം അവസാനമായിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ അടുത്ത പറമ്പിൽ വേറെ കിടക്കുക. അപ്പൊ ഇവിടെ തീരുന്നതനുസരിച്ച് നമ്മുടെ വണ്ടിക്ക് കയറ്റി വെച്ചുകൊണ്ടിരിക്കും. ഇതുണ്ട്, ഇത് ഹവായി എന്ന് പറയുന്നൊരു വെറൈറ്റിയാ. ഇത് നമ്മൾ ഹാങ്ങിങ് ഇടുന്ന സാധനമാണ് ഹവായി. ഇതുണ്ടോ? റൂബി റെഡ്. അതുപോലെ ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഒരു സാധനം. ഇത് ഫ്ലെയിം റെഡ്. കണ്ടോ? ഫ്ലെയിം റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് 12 ഇഞ്ച് ചട്ടിയാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ചെറിയ ചട്ടിയുണ്ട്, വില പറഞ്ഞ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഇതുണ്ടോ? ഇത് 7 ഇഞ്ച് ചട്ടിക്കകത്തുള്ള ഫ്ലെയിമാണ്. ഇതൊക്കെ നമ്മളൊരു പറഞ്ഞാൽ 10-20,000 ചെടിക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ കസ്റ്റമേഴ്സ് ലോഡ് കയറ്റുന്നതാണേ. ഇത് കുറേ സാധാ വെറൈറ്റി ഉണ്ട്. അതുപോലെ ഇത് ഇപ്പോൾ ഒരു SP സിംഗ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ല, അതിൻ്റെ ഒരു വയലറ്റാണ്. ഇതെല്ലാം ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. പുതിയ വെറൈറ്റികളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടിരിക്കുന്ന ഈ ഏരിയ മൊത്തം പുതിയ ഐറ്റങ്ങളാണ്. അപ്പം ഇത് കുറേ കളറുകളുണ്ട്. ഇത് നമുക്കൊരു 60 കളറുണ്ട്. ഇത് നോക്കി, ഇതൊക്കെ ഉണ്ടോ? ഇത് കണ്ടോ? നല്ല മൂവിങ് ഉള്ള ഐറ്റങ്ങളാണ് ഇതൊക്കെ. ഇത് പിന്നെ മറ്റേ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ബട്ടർ കപ്പ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണിത്. ഇത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന സാധനം അല്ലല്ലേ? ഇല്ല, ഇതൊക്കെ ഈ വർഷം വന്നേക്കുന്നു ആണല്ലേ? മുമ്പ് ഇതുപോലത്തെ കളർ ഉണ്ടായിരുന്നല്ലോ. ഇത് പിന്നെ ഇതിനോട് സാമ്യമുള്ള കളർ കാണാം, പക്ഷെ ഇതൊക്കെ ഇപ്പം പുതിയത് വന്നേക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് വെക്കുന്ന അറിയാതെ തീർന്നു പോകുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ. ആണല്ലേ? നല്ല കടും കളറുകളല്ലേ? ഇതുണ്ടോ? ഇതുണ്ടോ പുതിയ വെറൈറ്റി? ഇതിന്റെ കേട്ടോ ലീഫും ഉണ്ടോ? നാരോ ലീഫും. ഇതുണ്ടോ? കട്ടപ്പൂവ്. ഈ സാധാരണ ബോഗൺവില്ലയുടെ ടൈപ്പ് അല്ല. അല്ലല്ല, ഇതൊക്കെ പുതിയ വെറൈറ്റി വന്നേക്കുന്നത്. അതിന്റെ പേര് ഇതിൽ നല്ല പുതിയ വെറൈറ്റികൾ. ഇതൊന്നും നമുക്ക് സാധാരണ കാണാൻ കിട്ടുന്ന ഐറ്റങ്ങളല്ല. ഈ ചേട്ടൻ ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ഗോൾഡൻ പോപ്പിനോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതുണ്ടോ? അതിന്റെ പൂവുണ്ടോ? ഒരു പീച്ച് കളർ പൂവും ഇലയൊക്കെ വെരിഗേറ്റഡ് ഐറ്റമാണേ. ഇതുണ്ടോ? ഇത് ഫ്ലെയിം റെഡ് ആണ്. പൂവുണ്ടോ? ഫ്ലെയിം റെഡ്. ഇതിൻ്റെ ഇല കണ്ടോ? നല്ല വെരിഗേറ്റഡ്. ഇതൊക്കെ നമുക്ക് ഈ വർഷം വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റും ഉണ്ട്. വൈറ്റും വന്നിട്ടുണ്ട്. വൈറ്റ് നമുക്ക് ഇവിടെ എവിടെയോ ഉണ്ട്. എല്ലാം കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്, പല ഐറ്റങ്ങളാകണ്ടേ. അതുപോലെ ഇതുണ്ടോ? വേറെ നല്ലൊരു വെറൈറ്റിയാണ്. ഇതുണ്ടോ? ഇതൊക്കെ ഈ വർഷം വന്നേക്കുന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം ബ്രിസാറട്ട് അതിൻ്റെ പേരെ. ബ്രിസാറട്ട്. ഇതൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടോ? കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. നല്ല സെയിലുണ്ട് സാധനം ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ഈ വർഷം ആദ്യമായിട്ട് കാണുന്നത്. ഈ വർഷമാണ് ഇത് സാധനം ആദ്യമായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇല വെരികേറ്റഡ് ചെറിയ ഫ്ലവറാണ്. ഇത് നമ്മുടെ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെൻ്ററാണ്. അത് ഹൈവേയിൽ നിന്നൊരു 150 മീറ്ററേ ഉള്ളൂ. അത് പിന്നെ ഹൈവേയിൽ നിന്ന് മണ്ണുത്തി ജംഗ്ഷനിൽ വന്നിട്ട് മുക്കാട്ടുകര റോഡ് ഇറങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മുടെ മെയിൻ സെയിൽസ് സെൻറ്റർ. അപ്പോൾ നമ്മുടെ മറ്റ് നഴ്സറിയിൽ നിന്നുള്ള ഐറ്റങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്ലാന്റുകൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഡിസ്പ്ലേ വെക്കും. ഇവിടെ നിന്നാണ് നമ്മൾ സെയിൽ. പിന്നെ ഇവിടെ എല്ലാം വരാനുള്ള സൗകര്യത്തിന് വേണ്ടി പിന്നെ എല്ലാം ഇവിടെ എല്ലാം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വെക്കുള്ളൂ. എല്ലാം ഇത് വലിയ സ്ഥലമല്ല, ഇതൊരു 1.5 ഏക്കർ സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊരു എല്ലാം ഒരു ഈ ബോഗൺവില്ലയാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് വെക്കും. ഇവിടുന്ന് വന്ന് നോക്കിയിട്ട് ആളുകൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവരെ നമ്മൾ നമ്മുടെ മെയിൻസ് അങ്ങോട്ട് വിടും. നമ്മുടെ 15 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറയാനല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടുന്ന് നമ്മൾ സാധനങ്ങൾ കൊടുക്കും. എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റവും ശേഖരിച്ച് കുറച്ച് ഇതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഇതുണ്ടോ. ഇതാണ് നമ്മുടെ വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്നത് ഓറഞ്ച്. ഇതുണ്ടോ ഇപ്പം പൂവായി വരുന്നുണ്ടോ. ഇത് നമുക്ക് ഏത് എവിടെയും കായ്ക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മളൊരു 20,000 ചെടി എടുത്ത് നമ്മുടെ സ്റ്റോക്കുണ്ട്. ഇപ്പം ഭയങ്കര ഡിമാൻഡുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ നമുക്ക് പഴുക്കണമെന്നൊന്നുമില്ല. പച്ചയ്ക്ക് തന്നെ ഈ സാധനം ഭയങ്കര ടേസ്റ്റുമാണ്, മധുരമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ നല്ല ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. പിന്നെ ഇതുണ്ടോ നെല്ലി ബഡ് നെല്ലി. ഇതുണ്ടോ ഹൈബ്രിഡിൻ്റെ നെല്ലിയാണേ. ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി കാ പിടിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് കാ പിടിച്ചു. കായും എല്ലാം നിറച്ച് പോവും അതിൽ കണ്ടോ. കാ പിടിക്കുന്ന നെല്ലി. ഇത് നമ്മുടെ അവക്കാഡോയാണേ. അവക്കാഡോയുടെ ഒരു ചെറിയ പാക്കറ്റാണ്. ഇതിൻ്റെ പല പാക്കറ്റുള്ള ഇതിനേക്കാളും വലിയ ചെടിയുണ്ട്. ഇത് ചെറിയ ചെടിയാണ്. അത് അത്യാവശ്യം ഉണ്ടാകുന്ന സാധനം ഇത്. പിന്നെ നമുക്ക് ബാക്കി ഇത് കണ്ടോ ഇൻഡോർ പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. മൊത്തം ഇഷ്ടംപോലെ ഇൻഡോർ പ്ലാന്റുകളായിരിക്കുന്നത്. പല വെറൈറ്റികളുണ്ടേ. ഇതെല്ലാം ഇൻഡോർ ലീഫ് പ്ലാന്റുകളാണ്. അതുപോലെ ആന്തൂറിയം ഇതുണ്ടോ, ആന്തൂര്യത്തിൻ്റെ വെറൈറ്റികൾ. ഇതുണ്ടോ കലാത്തിയയുടെ പല വെറൈറ്റികളാണ്. ഇതുണ്ടോ ഇതൊക്കെ പുതിയ അത്യാവശ്യം നല്ല മൂവിങ് നല്ല വെറൈറ്റി, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി. ഇതൊക്കെ ആണോ കലാത്തിയുടെ ഒക്കെ. ഇതുകൊണ്ട് ഓർക്കിഡിൻ്റെ ഒരു കുറേ വെറൈറ്റികളുണ്ട്. ഇത് അഗ്ലോണിമയുടെ വെറൈറ്റികളാണ്. അഗ്ലോണിമ സ്ഥലത്ത് 10-15 ഏക്കർ സ്ഥലത്ത് ബോംബെയിൽ മാത്രമുണ്ട്. നമുക്ക് എല്ലാവരും 30 ഏക്കർ സ്ഥലമുണ്ട്. ബാക്കി സ്ഥലത്തെല്ലാം പഴച്ചെടികളും അങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മൊത്തം നമ്മുടെ മാവിൻ്റെ ഏരിയകളാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മാവുകളാണ് മൊത്തം. ഇത് കാലാപ്പാടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല പിന്നെ ടേസ്റ്റുള്ള മാങ്ങയാണ് കാലാപ്പാടി. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഇരിക്കുന്നത് കോട്ടർക്കോണം. ഇത് കോട്ടർക്കോണം എന്ന് പറയുന്ന മാങ്ങയാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അതുപോലെ ഇത് ഈ പിന്നെ കേട് വരാതെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ കേട് വരാതിരിക്കുന്നൊരു മാങ്ങയാണ്. കുറേ നാളിരിക്കും ഇത് കേട് വരാതെ. പിന്നെ നമുക്കുള്ളത് ആ ഹൈറ്റുള്ള മാവെല്ലാം മറ്റേ നാംഡോക്മായി ഗോൾഡ് എന്ന് പറയുന്ന മാങ്ങയാണ്. അത് നമുക്ക് പിന്നെ അത്യാവശ്യം സ്റ്റോക്കുണ്ട്. എല്ലാം നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് ഉണ്ട്. ഈ സാധനം എല്ലാം ഇഷ്ടംപോലെ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുക. ഏറിയ മൊത്തം നല്ല ഈ എല്ലാം ഏറ്റവും നല്ല സൂപ്പറായിട്ട് കഴിക്കുന്ന കാലാപ്പാടി നല്ല ടേസ്റ്റുള്ള അടിപൊളി മാങ്ങയാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ശരിക്കും സ്റ്റോക്കുണ്ട്, ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. ഇതൊക്കെ എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക് മാവ്? നമ്മുടെ മാവ് കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഈ വലിയ കവറാക്കുന്നതെല്ലാം ഇങ്ങനെ കാലാപ്പാടി, കോട്ടർക്കോണം, ഈ നാംഡോക്മ ഇങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമേ, കുളമ്പ് ഇങ്ങനത്തെ ഐറ്റങ്ങൾ മാത്രമേ ഞങ്ങൾ വലിയ കവറാക്കുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ കവറിനകത്തുണ്ട്. ഇത് നമ്മുടെ റംബുട്ടാൻ്റെ ഏരിയയാണ്. ഇത് നമുക്ക് ബഡ് ചെയ്ത റംബുട്ടാനാണേ. NIT വെറൈറ്റി. ഇതുണ്ടോ, ഇതാണ് എല്ലാവരും കൊമേഴ്ഷ്യൽ, അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള റംബുട്ടാനാണ്. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഇതാണ്. അതെ ഇതാ നല്ല ഇതാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ബൾക്ക് സ്റ്റോക്കാണ്, ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട് ഐറ്റങ്ങൾ. ഇത് ഇച്ചിരി വലുപ്പമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം ടൈപ്പ് നമുക്ക് വേറെ സ്റ്റോക്കുണ്ട്. അതുപോലെ നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ ഐറ്റങ്ങളെല്ലാം ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അതിലൊരു മെയിൻ സാധനമാണ് നമ്മുടെ ഗോൾഡൻ ബാമ്പു. ഈ ഗോൾഡൻ ബാമ്പു ഇതൊരു വലിയ കവർ, നല്ല വലിയ ചെടിയാണ്. ഇത് 21 കവർ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ മീഡിയം ടൈപ്പൊക്കെ ഉണ്ട്, ഒരു പിന്നെ ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇത് ഗോൾഡൻ ബാമ്പിൻ്റെ ഒരു മെയിൻ സ്റ്റോക്കാണ് ഇവിടെ. പിന്നെ അവിടെ അതുവഴിയൊക്കെ ലേരിപ്പുണ്ട്, സാധനമുണ്ട്, കുറേ ഉണ്ട്. ഇത് നോക്കി, ഇത് നമ്മുടെ പ്ലാവിൻ്റെ ഒരു ഏരിയയാണേ. ഇത് പ്ലാവ് നമ്മുടെ കുറേ വെറൈറ്റികളുണ്ട്. ഇതിപ്പം വിയറ്റ്നാം സൂപ്പർ എയർലിയാണ് ഈ പ്ലാവ്. ഇതങ്ങനെ ചെറുപ്പത്തിൽ കായ്ക്കുന്നതാണ്. ഇതെല്ലാം നിറച്ച് ഇതുണ്ടോ, എല്ലാം ഇപ്പോൾ കാ വരുന്നതാണ്. അതുപോലെ
ഏത് സാധനം വേറെ ഏതൊക്കെ വെറൈറ്റി ഇതുണ്ടോ ഇത് വിനാ സൂപ്പർലി. വേറെ ഇങ്ങനെ ചക്ക, ഇതെല്ലാം ചക്കകളാണ്. വേറെ ഏതൊക്കെയാ ഉള്ളത്? പിന്നെ നമ്മുടെ ഈ വേറെ വെറൈറ്റി ഉള്ളത് ജെ33 ഉണ്ട്, പിന്നെ ഡെങ്സൂര്യ ഉണ്ട്, പിന്നെ എവിയാർക്കുണ്ട്, പിന്നെ അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. എല്ലാം ഓർത്തുന്നിരിക്കുന്നില്ല, എല്ലാം നമ്മുടെ അപ്പുറത്തെ സ്റ്റോക്ക് ഉണ്ട്. അല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. ഉണ്ട്. ഇപ്പം ഏറ്റവും ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ വീറ്റ്നാ സൂപ്പറല്ലേ. കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കായ്ക്കുവേ, ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും. ഈ വലുത് മാത്രമേ ഉള്ളൂ, ചെറുതില്ല? അല്ല, ഇതിന്റെ ഏത് ടൈപ്പ് ആണെങ്കിലും ഉണ്ട്. ആ, ചെറിയ കവർ തൊട്ട് മീഡിയം കവർ, അതുണ്ടാവും ആയിരിക്കുന്നത് മീഡിയം കവർ, ഇത് വലിയ കവർ. അങ്ങനെ എല്ലാ ഐറ്റവും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇത് ഒരു യൂജീനിയ. ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പ്. ഇത് ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റം ആണ്. ഫുഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കഴിക്കുന്ന എല്ലാ ഐറ്റങ്ങളും സ്റ്റോക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്ലാവിൻ്റെ തന്നെയാണെങ്കിലും കുറേ വെറൈറ്റികൾ ഞാൻ പറഞ്ഞു. അതുപോലെ മാവ്, റംബുട്ടാന്, സപ്പോട്ട, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല, കുറേ ഐറ്റങ്ങളുണ്ട്. പേരയുടെ തന്നെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. പേരയുടെ എന്ന് പറഞ്ഞാൽ ഏതാ, അരക്കാക്കിരണ്, VNR, ലളിത് പേര, KG പേര, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. മാങ്കോസ്റ്റിന് ഒന്നും, പിന്നെ ജബോട്ടിക്കാവ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട്. പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നത്, എല്ലാം കൂടെ ഇപ്പം നമുക്ക് ഇത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതുണ്ട്, ഇതൊരു നമ്മുടെ ഈ ചൈനീസ് ഓറഞ്ച് എന്ന് പറയുന്ന സാധനമാണ്. ചൈനീസ് ഓറഞ്ച്, ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയും. ഇത് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിങ്ങിനും വെക്കാം. പിന്നെ ഇതിന്റെ ഇതുണ്ട്, ഇത് നല്ല കളറാവും, മഞ്ഞ കളറാവും, നിറച്ചും കായ്ക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ കായ എടുത്തിട്ട് നമുക്ക് ചുമ്മാ ഈ ജ്യൂസ് പിഴിയാം, അത് കഴിക്കാൻ പറ്റും. നല്ല പുളിയായി സാധനം. അപ്പം അങ്ങനെ ഒരു ഐറ്റമാണ് ഇത്. ഇത് നിറച്ച് കായ്ക്കും. ഇതുണ്ടോ, എല്ലാം കഴിച്ച് നിൽക്കുന്നത്. മിനിയേച്ചർ ചെത്തിയുടെ വലിയൊരു സ്റ്റോക്കാണ് ഇത്. നമുക്ക് ഏതാണ്ട് ഒരു 50,000 ചെടിക്ക് മുകളിൽ ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ട്. ഇതൊരു 5 കളറുണ്ട്. ഇപ്പോൾ നമുക്ക് വൈറ്റ്, മഞ്ഞ, റെഡിൻ്റെ 2 കളറ്, പിങ്കിൻ്റെ 2, അങ്ങനെ ഒരു 5-6 കളർ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ റെഡ് ചെത്തി, മിനിയേച്ചറിൻ്റെ റെഡ് ചെത്തിയാണേ. ഇത് അത്യാവശ്യം ബോർഡർ പ്ലാന്റ് വെക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ചെത്തിയാണിത്. ഇതിൻ്റെ തന്നെ നമുക്കിപ്പോൾ ബാക്കി കളറുണ്ട്. ഇതുണ്ടോ, ഇത് മറ്റേ യെല്ലോ കളറാണ്. പിന്നെ ഇതുണ്ടോ, സ്റ്റാർ റെഡ് എന്ന് പറയും. ഈ റെഡിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൂവിന് ഇത്രയും വലുപ്പമേ കാണുള്ളൂ. അതുപോലെ പൂവിന് വലുപ്പം വെക്കത്തില്ല, ഇത്രയും വലുപ്പം കാണത്തുള്ളൂ. ഇതൊക്കെ ഒരു പുതിയ വെറൈറ്റിയാണ്, നല്ല വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇതുണ്ടോ, വൈറ്റ് ഫ്ലവർ. യുജീനിയയുടെ വേറെ വെറൈറ്റി ഉണ്ടല്ലേ? യുജീനിയയുടെ വേറെ വെറൈറ്റി ഉണ്ട്. ഇതാണ് യുജീനിയയുടെ ലിവർ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ കളറുണ്ടോ, മറ്റേ ചോക്ലേറ്റ് കളറ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ബൾക്കായിട്ട് സാധനമുണ്ട്. നമ്മളിവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടോ? ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട്. ഉണ്ടല്ലേ? ഹോൾസെയിലാണ് മെയിൻ. നമുക്ക് ഇതൊരു ഈ ഒരു ലൈനെ നിറച്ച് 30 വെറൈറ്റി, പുതിയ വെറൈറ്റി ബോംബുള്ള ഇരിക്കുന്നതേ. ഇതുണ്ടോ, ഈ കളറുകൾ. പക്ഷേ ഇതിൻ്റെ എല്ലാം പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, നോക്കേണ്ടി വരും. അപ്പോൾ ഇതുണ്ടോ, കളറുകൾ കുറേ ഉണ്ട്. ഇത്രയും പേരെല്ലാം കൂടെ ഓർത്തിരിക്കത്തില്ല. ഓർത്തിരിക്കത്തില്ല. ഇത് 30 വെറൈറ്റി ആയി സാധനം. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇതിപ്പം പൂവായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നോക്കുന്ന വേറെ ആൾക്കാരായിരിക്കുമല്ലോ. ഇതൊക്കെ കുറച്ചൊക്കെ നമ്മൾ നോക്കി റെഡിയാക്കി വരുന്നേ ഉള്ളേ. അല്ല, ഇത്രയാണോ നിങ്ങൾക്ക് തന്നെ നോക്കാൻ? അത് പറ്റത്തില്ല, ആൾക്കാർ സ്റ്റാഫുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതിന്റെ വിലയും ഇതെല്ലാം കൂടെ ഓർത്തിരിക്കാൻ പറ്റത്തില്ല, എത്രയും ചെടികളിരിക്കുമല്ലേ. അപ്പൊ ഇതിനകത്ത് തന്നെ ഇപ്പം ഇത്രയും വെറൈറ്റികളിരിക്കും. അപ്പം ഇതിന്റെ എല്ലാം നമ്മൾ കളർ വെച്ച് നമ്മൾ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി വേണം ഇത് ഇനി ടാഗ് ഇടണം മൊത്തം. അപ്പോൾ ഇതെല്ലാം പൂവായി വരുന്നേ ഉള്ളൂ, എല്ലാം ഫുൾ ഫ്ലവർ ആയിട്ടില്ല. ഇത് നമ്മുടെ മറ്റേ വേറെ പ്രൊഡക്ഷൻ സൈറ്റിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇത് റെഡിയായി വരുന്നേ ഉള്ളൂ. ജനുവരി മുതൽ ബോൺവില്ലയുടെ ഒരു അല്ലേ? ജനുവരി നമുക്ക് ശരിക്കും നവംബർ തൊട്ട് നമ്മൾ സെയിൽ ആരംഭിച്ചായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ശകലം ഡൗൺ ആയി. പിന്നെ ഇപ്പോൾ വീണ്ടും സീസൺ ശരിക്കും ഇതായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഒത്തിരി ദൂരം നിന്നൊക്കെ വരുന്നു. വരുന്നുണ്ട്. അതായത് പല സ്ഥലത്തും, അതായത് കേരളത്തിൽ ഫുൾ എല്ലാ സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്, കർണാടക, എല്ലായിടത്തും എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. ഇതിങ്ങനെ ഇത്രയും ഏക്കർ കാരണം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ സാധനങ്ങൾ ഒന്നല്ല അടുത്ത നേരത്തെ നമ്മുടെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഐറ്റങ്ങളും കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇനി അത് ഞങ്ങൾ കാണിച്ചു തരാനുണ്ടോ? ഇനിയിപ്പം കാണിച്ചു തരാനുണ്ട്, പക്ഷെ ഇനിയിപ്പം അടുത്ത സ്ഥലത്താണ് ബാക്കി കിടക്കുന്നത്. അത് ബോഗൺവില്ലയല്ല, ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾ മണ്ണൂത്തിലുള്ള പ്ലാന്റ്സുകളിലേക്ക് വന്നാൽ മതി. മണ്ണൂത്തി തന്നെയല്ല, നമ്മളുടെ ഇടുക്കി ജില്ലയിൽ വണ്ടംമേട്ടിലും നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. അവിടെ മറ്റേ പൂച്ചെടി അങ്ങനെയുള്ള ഐറ്റങ്ങൾ വേണമെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ലഭ്യമാകും.
ഇപ്പോൾ നമുക്ക് ഈ ബോഗൻവില്ലയുടെ ഈ പൂച്ചെടികളൊക്കെ സീസൺ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് ഈ ബോഗൻവില്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കഴിഞ്ഞൊരു മെയ് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ അകത്ത് മൊത്തം പിന്നെ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ മൊത്തം ഐറ്റങ്ങളാവും. അപ്പോൾ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ആ സമയത്തേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് കാണും.